ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസത്തെ സ്വീഡന്റെ തലസ്ഥാനമായിട്ടുള്ള സ്റ്റോക്ക്ഹോമിൽ നിന്ന് യാത്ര ചെയ്ത് അവിടുത്തെ ഒരു ഗോശാലയും നമ്മുടെ ഒരു ഹരേകൃഷ്ണ ടെമ്പിളൊക്കെ കണ്ടതായിരുന്നു. അതിനോട് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. Okay. What's your name? Diego. Diego. Where are you from? From Italy. From Italy. Here actually. ഓക്കെ. ഇറ്റലിക്കാരൻ ആയതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഓട്ടോ സ്റ്റോപ്പ് വേണോ എന്ന് ചോദിച്ച് എനിക്ക് ഇങ്ങോട്ട് വന്ന് ലിഫ്റ്റ് തന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ഡിയാഗോ. ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുത്തി. ലവ്ലി കിഡ്സ് കേട്ടോ, ഭയങ്കര ഹാപ്പി. ഹായ്, what's your name? What's your name? Nicolo. Francesca. What's your name? Makia. Nice to meet you. ഞാന് ആ പഴം കൊടുത്തപ്പോൾ എനിക്കൊരു മോശം കേട്ടോ. പയ്യോ പഴമല്ലേ ഇവർക്ക് കൊടുക്കുന്നത്, അവള് തന്ന പഴം ഞാൻ ഇവർക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ പെട്ടെന്ന് എൻ്റെ നിന്ന് വാങ്ങിച്ചു ആ ബനാന എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായി. താങ്ക് യു സോ മച്ച്. ഐ ആം റിയലി ഗ്ലാഡ്. ഞാൻ അവിടെ ഇരുന്ന് പ്ലം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു കേട്ടോ, നിനക്ക് ലിഫ്റ്റ് വേണോ? ബട്ട് ഞാൻ പോകുന്ന റൂട്ടല്ല, വേറെ റൂട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു പോകും, ഒരാൾ നമുക്ക് ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ പോകണ്ടേ. അവരുടെ ഇതൊക്കെ ഇറ്റലിക്കാരാണ് കേട്ടോ. അവരിവിടെ ലീവ്. ഫ്രം ഹൗ മെനി ഇയേഴ്സ് യു ആർ ലിവിങ് ഹിയർ? 14 years. 14 years. Wow. Yeah. I'm like 2 days. 2 days here. And you're almost exiting again. Sorry? You're almost going out again. Yeah. But I'll come here again. Okay. I want to come to Stockholm, travel. Wow. ഞാനങ്ങനെ സ്റ്റേഷനിൽ നിന്ന് നല്ല വെയിൽ കേട്ടോ. It's very sunny, right? Yeah, today I mean, it's so lucky. sunny. Yeah, I put some. അവർക്ക് ലക്കിയും എനിക്ക് അൺലക്കിയാണ് കേട്ടോ. You said I'm 24, what? 26 and your turn? 28. 28, your turn? They change it. 22. Okay. You are more close. Between 25. 25. Yeah. You travel like 4 years. Sorry, I forgot your name. Diego. നമ്മൾ ദിയാഗോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. ഞാൻ മുമ്പേ കേട്ടിരുന്നു. അതായത് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. ഒരു കുട്ടി ഒരു ഫാമിലിക്ക് പറക്കുമ്പോൾ, അതായത് 2 പേർക്ക് പറക്കുമ്പോൾ, ഒരു പാരന്റ്സിന് ഒരു കുട്ടി പറക്കുമ്പോൾ 460 days, right, for a child. Yes. അതായത് ഒരു കുട്ടി പറക്കുമ്പോൾ അവർക്ക് 460 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 വർഷം അടുപ്പിച്ച് ഇവരുടെ പാരന്റ്സിൽ ലീവ് എടുക്കാം. അത് 2 പേർക്കും കിട്ടും. ബട്ട് 2 പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല. 2 പേർക്കും കൂടി 460 ദിവസം ഇവർക്ക് ലീവ് എടുക്കാം കേട്ടോ, ഒരു കുട്ടി ഉണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു കുട്ടിയും കൂടെ ആയാൽ ഇവർക്ക് 460 ദിവസം വീണ്ടും ലീവ് എടുക്കാം. ഈ 460 ദിവസത്തിൽ ഇവർക്ക് 100% ശമ്പളത്തിന്റെ 80% ഇവർക്ക് കിട്ടും. അതായത് 1 ലക്ഷം രൂപ കിട്ടുന്ന ഒരു വ്യക്തിക്ക് ജോലിക്ക് പോവാതെ കുട്ടിയെ നോക്കണം എന്നുള്ള രീതിയിൽ 1 വർഷമോ അല്ലെങ്കിൽ 460 ദിവസമോ ഓഫീസിൽ പോയില്ലെങ്കിലും അവർക്ക് ഇവിടുത്തെ സ്റ്റേറ്റ്, ഇവിടുത്തെ ഗവൺമെന്റ് 1 ലക്ഷത്തിൽ നിന്ന് 20,000 രൂപ മാത്രം കുറച്ചിട്ട് 80,000 രൂപ സാലറി ആയിട്ട് കൊടുക്കും. നല്ല സിസ്റ്റം അല്ലേ? അപ്പൊ പൊതുവെ 2 കുട്ടികളുള്ളവർക്ക് 2 വർഷത്തിൽ കൂടുതൽ എടുക്കാം. അല്ലെങ്കിൽ ഒരു കപ്പിളിൽ ഒരാൾ 6 മാസമോ ഒരു 8 മാസമോ എടുത്തെങ്കിലും മറ്റേ ആൾക്കും ഒരു 6-8 മാസം കിട്ടും. മനസ്സിലായില്ലേ? നല്ല സിസ്റ്റം അല്ലേ? പിന്നെ മാത്രമല്ല, വേറൊരു ലീവ് എന്ന് പറയുമ്പം ഒരു കുട്ടിക്ക് 1 വർഷത്തിൽ ഇപ്പം അസുഖത്തിന്റെ പേരിൽ അവരുടെ പാരന്റ്സിന് ജോലിയിൽ നിന്ന് 60 ദിവസം വരെ ലീവ് എടുക്കാം. 60 ദിവസം വരെ ഒരു കുട്ടിക്ക് പാരന്റ്സിന് അവർക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞ്, സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിൽ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എടുക്കാം. അതിനും അവരുടെ ഗവൺമെന്റ് തന്നെ അവർക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇങ്ങനെയുള്ള കുറേ നല്ല സോഷ്യൽ സിസ്റ്റംസ് ഉണ്ട് കേട്ടോ. നല്ല വെൽഫെയർ ആയിട്ടുള്ള കുറേ ഗവർണൻസ് ഇവിടെ ഉണ്ട്. ആളുകൾക്ക് പല രീതിയിൽ അത് പ്രയോജനപ്പെടുത്താനും ആളുകൾക്ക് നല്ലതുപോലെ ജീവിക്കാനായിട്ടുള്ള കുറേ സിസ്റ്റംസ് സ്വീഡനിലുണ്ട്. അത് പല രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം അത് ഈ സ്കാൻഡിനേവിയൻ അല്ലെങ്കിൽ നോർഡിക് രാജ്യങ്ങളിൽ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചപ്പം പുള്ളി ടാക്സ് എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും ഇറ്റലിയിൽ കൊടുക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നില്ല. അതനുസരിച്ചിട്ട് പുള്ളിക്ക് സ്വീഡനാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. കാരണം സ്വീഡനിൽ കൂടുതൽ അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്, ടാക്സ് കൂടുതൽ അടയ്ക്കുവാണെങ്കിലും. അപ്പം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഏതൊക്കെയോ വില്ലേജ് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. നല്ല നോക്കിക്കേ, കറക്റ്റ് നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ള നല്ല ക്ലൗഡ് കേട്ടോ. ഇവിടെ വേറൊരു സംഭവം നടന്നു. പുള്ളിക്കാരൻ്റെ ഏരിയയിൽ കുറച്ചാൾ ഒരു 2-3 മാസം മുന്നേ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ എന്തോ ഇലക്ട്രിസിറ്റി വൈദ്യുതി ക്ഷാമോ എന്തൊക്കെ വന്നു. അപ്പം 2 മാസം മുന്നേ ഇവരുടെ വീട്ടിലൊരു കത്ത് വന്നു, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായതിൽ നമ്മൾ ക്ഷമ ചോദിക്കുന്നു, നിങ്ങൾക്ക് കുറച്ച് പൈസ കൂടുതലായിട്ട് ഈ മാസം അടയ്ക്കേണ്ടി വന്നു കറണ്ടിന്. അതുകൊണ്ട് ഒരു 50 യൂറോയും ഒരു ലെറ്ററും വെച്ച് ഇവരുടെ ഗവൺമെന്റ് എല്ലാവർക്കും അയച്ചു
കൊടുത്ത കേട്ടോ. അങ്ങനത്തെ ഉള്ള കുറേ സംഭവങ്ങളൊക്കെ എന്ത് മനോഹരം. 50 യൂറോ കൊടുത്ത് അതിലല്ല, ബട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായതില്ല കേട്ടോ. അങ്ങനത്തേക്ക് ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടായെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഇങ്ങനെ ഗ്രാമത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നോക്കിക്കേ, വൈക്കോല് കറക്കി അത് പ്ലാസ്റ്റിക് കിട്ടുന്ന ഒരു രീതിയാണ് കേട്ടോ അവിടെ കാണുന്നത്. ഇവിടെ റോഡ് ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. എന്തോ ഇവര് ലൈൻ പണിതുകൊണ്ടിരിക്കുകയാണ്. ആകെ 3 ലൈനേ ഉള്ളൂ. 3-ൽ 1 ലൈനും 2 ലൈനൊക്കെ ആക്കിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ 2 ലൈനേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ലെക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്യാതെ നമ്മൾ ലൈനിൽ കൂടെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ലൈൻ അടയ്ക്കും. ഈ 2-3 മണിക്കൂർ ഇരുന്നു. താങ്ക് യു സോ മച്ച് ഡിയാഗോ. Thank you. ബൈ കിഡ്സ്, താങ്ക് യു സോ മച്ച്. യു കം ടു കേരള, ഓക്കെ? Okay. കം ടു ഇന്ത്യ. Yeah? You come? Yeah? Thank you so much. Bye. Yeah, bye. അങ്ങനെ താങ്ക് യു സോ മച്ച്. അങ്ങനെ അവസാനം ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇനി ലിഫ്റ്റ് കിട്ടുമെന്തോ അടുത്ത സ്ഥലത്തുനിന്ന്. ഈ വന്ന ഒരു സ്ഥലം ഒരു പൊട്ട സ്ഥലം പോലെ കേട്ടോ. കണ്ടിട്ട് ഒരു കോളേജ് ഇവൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൂ കേട്ടോ. No, this See? What did you say? No, I was asking you, did he like me? Because, you know, he always keeps giving me hand. Yeah. He does. Me too. Check, check, check. ഭയങ്കര ക്യൂട്ട് കേട്ടോ. ബൈ. അങ്ങനെ ഞാൻ വന്നിട്ട് നല്ല വിശപ്പെട്ടോ. പഴം കഴിക്കുകയാണ് അവിടെ നിന്ന്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഹിച്ച് ചെയ്യാൻ വലിയ പാടാണെന്ന് തോന്നുന്നു. മിക്കവാറും ഒരു ചെറിയ ബസ് എടുത്ത് എവിടെയെങ്കിലും പോയിട്ട് അവിടെ നിന്ന് പിന്നെ വല്ല ഹിച്ച് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സമയം ഓൾറെഡി 5 മണിയായി. പിന്നെ ഇവിടെ 10 മണിയാകുമ്പോഴാണ് സൂര്യ അസ്തമിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ടൂണ ഉണ്ട്. ടൂണ പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ച് പൊട്ടിക്കാൻ പറ്റുമെന്ന് തോന്നണം. ടൂണ കഴിക്കണോ ആരോ പറഞ്ഞിരുന്നു. ടൂണ കഴിക്കുന്ന അത്ര നല്ലതല്ല എന്ന് മനസ്സിലായി. പക്ഷേ വേറെ ആശയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് കഴിക്കുന്നത്. അങ്ങനെ അധികം കഴിക്കാറില്ല. പിന്നെ യൂറോപ്പിൽ വരുമ്പോൾ മാത്രമാണ്. പൊട്ടാൻ ഭയങ്കര പാടാണല്ലോ, വിചാരിക്കുന്ന പോലെ അല്ല. ഭാഗ്യം പൊട്ടി കേട്ടോ. അതാ ടൂണ പൊട്ടിയിട്ടുണ്ട്. ക്യാരവാനൊക്കെ പോകുന്നു കേട്ടോ. ആരെങ്കിലുമൊക്കെ ക്യാരവാൻ അങ്ങോട്ട് വല്ലോ തന്നെയെന്തോ. ബ്രെഡുണ്ട്, നല്ല കാറ്റുണ്ട്. അതിന് മുമ്പിനായിരുന്നു കഴിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഭക്ഷണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ടൂണ ഇങ്ങനെ നമ്മൾ ബ്രെഡിൽ ചേർത്ത് പിടിക്കുക. എൻ്റെ അടുത്ത് സോസൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഇതുണ്ട്. പിന്നെ എൻ്റെ ക്യാനില്ലാത്തത് കൊണ്ട് എനിക്ക് ലെൻറ്റിൽസ് ഒന്നും മിക്സ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ലെൻറ്റിൽസും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി കേട്ടോ. സുഖമായേന. ഇങ്ങനെ വയ്ക്കുന്നു. അടിപൊളി കേട്ടോ. ഒന്ന് ആഹാരം. Yeah, I'm going the other direction. Thank you. ഞാൻ ഹിച്ചക്കിങ് ആളുകളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ബട്ട് വെരി ഈസി അല്ല കേട്ടോ. എല്ലാവരും വേറെ ഡയറക്ഷനിലോട്ടൊക്കെയാണ് പോകുന്നത്. ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നില്ല. ചില സെൻട്രൽ യൂറോപ്പിലൊക്കെ ആയിരിക്കും ആളുകൾ മൈൻഡ് പോലും ചെയ്യില്ല കേട്ടോ. ഇവിടെ അറ്റ്ലീസ്റ്റ് ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ഡ്രാമ നടന്നു. ഞാനിങ്ങനെ ഹിച്ചക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് ഒരു പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. ചീപ്പായിട്ടൊരു ട്രെയിൻ കിട്ടും, നീ ട്രെയിൻ ഇതിൽ നിന്ന് ബുക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പം പിന്നെ 50 യൂറോ എന്ന് പറയുമ്പം 5000 രൂപ. 4 മണിക്കൂർ പോണേന് നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. 5000 രൂപ കൊടുക്കണം. പിന്നെ ഇവിടെ നിൽക്കാനേ പറ്റുള്ളൂ. ടൈമിന് വാല്യൂ ഉണ്ടല്ലോ. അപ്പം എനിക്ക് ടൈമും ഉണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ ട്രെയിൻ കയറിയാലായി. അതിന് ആദ്യം ടിക്കറ്റ് ഓഫീസിൽ വരട്ടെ എത്ര രൂപയാണെന്ന് അറിയാൻ. ഇവിടെ കുറേ ട്രെയിനുകളുണ്ടല്ലോ. ഇവിടെ ടിക്കറ്റ് ഓഫീസ് എവിടെയാണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ടിക്കറ്റ് ഓഫീസ് ഇത് റെസ്റ്റോറൻറ്റ് എന്താണ്. ടിക്കറ്റ് ഓഫീസ് എനിക്കൊന്ന് ക്ലോസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഈ കാണുന്നതാണെന്ന് തോന്നുന്നു. എന്തോ സ്വീഡിഷ് ഭാഷയിൽ എഴുതി വച്ചിരിക്കുക. അങ്ങനെ ടിക്കറ്റ് എടുത്തു. എൻ്റെ കയ്യിൽ ഞാൻ മാൽമോ എന്ന് പറയുന്ന
നമ്മുടെ ഡെൻമാർക്കിലെ അവസാന സ്ഥലം വരെ പോവുകയാണ്. അതിനുവേണ്ടി മാത്രം ഏകദേശം 3700 രൂപയാണ് കേട്ടോ. കോപ്പൻഹാഗൻ എന്ന് പറയുന്ന ഡെൻമാർക്കിൻ്റെ ഭാഗത്തോട്ട് പോകാൻ തൊട്ടൊരു പാലം കടന്ന് പോകുന്നതിന് 10-25 കിലോമീറ്റർ കൂടെ പോകുന്നതിന് 5000-ൽ കൂടുതലാവും. ഇവിടെ എല്ലാത്തിനും തൊട്ടാൽ പൈസയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഹനോയ് എന്ന് പറഞ്ഞ്, ഹനോയ് റെസ്റ്റോറൻറ്റ്, അതായത് നമ്മുടെ വിയറ്റ്നാമിൻ്റെ ഭക്ഷണങ്ങളുണ്ട്. തുറക്കൂ സിസേ. എനിക്ക് സമയമായി. ഇവിടെ നമ്മുടെ ട്രെയിൻ 6:41 ഇവിടെ സമയം 7 മണി 19 മണിക്ക്, അതായത് 7 മണിക്ക് 1B നമ്മുടെ ഇതുണ്ട്, കോപ്പൻഹാഗനിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ. ഒരു ലുക്കില്ലാത്ത ട്രെയിൻ കേട്ടോ. വേറൊരു ട്രെയിന് 3 മണിക്കൂർ ജേണിയാണ് വരുന്നത്. 3 മണിക്കൂർ ജേണിക്കാണ് നമ്മൾ 3700 രൂപ കൊടുക്കുന്നത്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം യൂറോപ്പിൽ പാടാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഹിച്ചേക്കുന്നത്. എനിക്ക് യൂറോപ്പിൽ വലിയ ഹിച്ചേക്കാനൊന്നും താല്പര്യമില്ല കേട്ടോ. മാന്യമായിട്ട് നല്ലപോലെ പോയപ്പോൾ എന്തിനാണ് വെറുതെ ഹിച്ചേക്കൊക്കെ ചെയ്ത് കഷ്ടപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഹിച്ചേക്ക് ചെയ്യാതെ എന്തായാലും റൈഡും കിട്ടില്ല. അപ്പോൾ വേറെ എന്താ, ഞാനങ്ങനെ ട്രെയിനിലോട്ട് കയറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ട്രെയിന്, അധികം വലിപ്പമൊന്നുമില്ല. ഹലോ, ഹായ് ഹായ് ഹായ്. ഓ, അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ, ഇവിടെ നമുക്ക് ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഈ ഒരു സ്പേസ് ഇവിടെ ആയിട്ട്. ഇവിടുത്തെ വാഷ്റൂം തന്നെ നോക്കിക്കേ, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഓ, ഇതിൽ ആരൊക്കെ പയ്യന്മാരെന്തൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല അത്യാവശ്യം ക്ലീൻ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂം. ഇവിടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള സിസ്റ്റംസ്, പിന്നെ കുട്ടിയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അതിലെല്ലാം കൊച്ചു കലാകാരന്മാരൊക്കെ എന്തൊക്കെയാണ് വരച്ച് തെളിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ഈ കാണുന്നതാണ് എൻ്റെ ടിക്കറ്റ്. ഇത് 7 മണിക്കൂർ യാത്രയാണ് കേട്ടോ. ഈ കാണുന്ന ഒരു പ്രൊവിൻസിൽ 7 മണിക്കൂർ യാത്രയാണ്. അതിൻ്റെ ഒരു ടിക്കറ്റാണ് കേട്ടോ. ഒരു സർപ്രൈസ് ഉണ്ടായി കേട്ടോ. നമ്മുടെ ഇറ്റാലിയൻ ഫാമിലിയില്ലേ, ഇറ്റാലിയൻ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞു എനിക്കിതാണ്ട് ഞാൻ ട്രെയിൻ എടുത്തു, ഇന്ന് ഒരു ലക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവർക്ക് ഞാൻ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ മലയാളത്തിൽ നമ്മുടെ ഭാഷയിൽ എനിക്ക് എഴുതി അയച്ചിരിക്കുകയാണ്, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യം ഉണ്ടാകട്ടെ, യാത്രാശംസകളെന്ന് പറഞ്ഞു കേട്ടോ. ഡിയാഗോ എന്നെ സർപ്രൈസ് ചെയ്ത് കേട്ടോ. മലയാളത്തിൽ ഇറ്റലിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക. അപ്പോൾ കേട്ടോ, നല്ല ഫാമിലി കേട്ടോ. ഞാനപ്പോൾ പുള്ളിക്കാരന് ഇറ്റാലിയൻ ഭാഷയിൽ മെസ്സേജ് അയച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, താങ്ക്സ്, യു റിയലി സ്പാർക്ക്ഡ് ആൻ ഇൻട്രസ്റ്റ് ഫോർ കേരള. ഞാൻ കാരണം കേരളത്തിനെ കുറിച്ചൊരു ഇൻട്രസ്റ്റ് തന്നെ പുള്ളിക്കാരന് സ്പാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ കാരണം കേരളത്തിലോട്ട് വരാനുള്ള ഇത്, പുള്ളിക്കാരൻ കേരളത്തിൽ വരും, ഓരോ ദിവസം വീട്ടിൽ കൊണ്ടുപോയി ലഞ്ച് കൊടുക്കും, പറ്റുമെങ്കിൽ വീട്ടിൽ സ്റ്റേ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും ഹോട്ടൽ എടുത്തു കൊടുക്കും. അങ്ങനെ ഫൈനലി ഞാൻ മാൽമോ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഞാൻ ആക്ച്വലി വിചാരിച്ചു ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കാമെന്നൊക്കെ വിചാരിച്ചു, കുറച്ച് പൈസ സേവ് ചെയ്യാൻ വേണ്ടി ഡെൻമാർക്കിലോട്ട് പോകാനായിട്ട്. ബട്ട് ഇപ്പം മനസ്സിലായി വേണ്ട, നല്ല ടയേർഡാണ്, ഇനി ഹിച്ചേക്കാൻ നിന്നാൽ അത് നല്ലതല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ മാൽമോ സി എന്ന് പറയുന്നത് മാൽമോ സെൻട്രൽ സ്റ്റേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാം മാൽമോ എന്ന് എഴുതിയിട്ടില്ലേ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് തന്നെ എനിക്ക് കോപ്പൻഹാഗൻ എന്ന് പറയുന്ന നമ്മുടെ ഡെൻമാർക്കിൻ്റെ നഗരത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു പാലം കടന്നാൽ മാത്രമേ മതി കേട്ടോ. പാലം വലിയ കിലോമീറ്റർ ഒന്നുമില്ല, എനിക്കൊന്ന് 20 കിലോമീറ്റർ ദൂരേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിതിൽ നോക്കി അതുവഴി നടക്കാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോൾ നടക്കാനൊന്നും പറ്റൂല. പെഡസ്ട്രിയൻ ആയിട്ടുള്ള വഴിയൊന്നുമില്ല കേട്ടോ. അത് പെഡസ്ട്രിയന് പോകാൻ പറ്റില്ല, ബൈക്കിന് പോകാൻ പറ്റില്ല, ബൈസൈക്കിളിനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാനായിട്ടുള്ളൊരു പ്ലാനാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നു മാൽമോയുടെ അകത്തോട്ട് പോകുന്ന വേറെ ലോക്കൽ ട്രെയിൻസ് ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോക്കൽ ട്രെയിൻസോ മെട്രോ ആണ്. പിന്നെ മാൽമോ എന്ന് പറയുന്ന ഈ കാണുന്ന സ്ഥലത്തിന് വേറെ വലിയ ചരിത്രമുണ്ട്. അതായത് നമ്മൾ സ്വീഡനിൽ ഈ അടുത്തായിട്ട് നടന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് നമ്മുടെ ഖുർആൻ, ഹോളി ഗ്രന്ഥം, മുസ്ലിങ്ങളുടെ ഹോളി ഗ്രന്ഥം കത്തിച്ച ഒരു സംഭവം ഉണ്ടല്ലോ. അത് നടന്ന ഒരു പ്രദേശം മാൽമോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തും കൂടിയാണ് കേട്ടോ. സ്റ്റോക്ക്ഹോമിലും നടന്നിട്ടുണ്ട്, ബട്ട് മാൽമോ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ്റെ ഇതിലായിരുന്നു ഒരു ഇറാഖിക്കാരനായിട്ടുള്ള ഇവിടെ താമസിക്കുന്ന ഒരു സ്വീഡിഷ് സിറ്റിസൺ
ഖുറാൻ കത്തിച്ചത്. പിന്നെ മാത്രമല്ല വേറൊരു പുള്ളിക്കാരനൊരു ഫാർ റൈറ്റ് ആക്ടിവിസ്റ്റ് ഇവിടെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വലിയ വിവാദമായി. ഇറാഖിക്കാരനെ വെടിവെച്ച് കൊന്നു, പുള്ളിക്കാരനെ കോടതിയിലോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇത്. കാരണം സ്വീഡൻ എന്ന് പറയുന്ന രാജ്യം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന സംഭവം ഭയങ്കര രീതിയിൽ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ബട്ട് അത് പിന്നീട് ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഖുറാൻ കത്തിക്കാനൊക്കെ ആയിട്ടുള്ള അത് ഫ്രീഡമാക്കി മാറ്റിയപ്പോൾ പിന്നീട് അത് ലാസ്റ്റ് അവസാനം ഇവർക്ക് വലിയ വിമർശനങ്ങളും ഇവർക്ക് ഡിപ്ലോമാറ്റിക് രീതിയിലൊക്കെ പല രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധമൊക്കെ ചെറിയ രീതിയിലൊക്കെ നഷ്ടപ്പെട്ടു. ഇവർ നാറ്റോയിൽ ജോയിൻ ചെയ്യാനൊക്കെ കയറിയപ്പോൾ തന്നെ ആദ്യം തുർക്കിയാണല്ലോ ഇത്. തുർക്കി ഒരു രാജ്യമാണല്ലോ, ഇവരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലല്ലേ നാറ്റോയിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മുമ്പ് കുറച്ച് കാലത്തിന് മുന്നേയൊക്കെ. അതൊക്കെ ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ പിന്നീട് മാത്രമല്ല ഇത് പിന്നീട് അറ്റ് ദ എൻഡ് ഇവർക്ക് മനസ്സിലായി ഇത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന പേരിൽ പുള്ളി ചെയ്തത് ഒരു ഹേറ്റ് സ്പീച്ചാണ്, അല്ലെങ്കിൽ ഹേറ്റ് എക്സ്പ്രഷനാണ് ചെയ്തത്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ വെടിവെച്ചൊക്കെ വന്നത്. ഇവിടെ ട്രെയിൻ നിർത്തി ഇവിടെ നിന്ന് ആൾക്കാരെല്ലാവരും പോയി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിവിടെ അല്ല പോവേണ്ടതെന്ന്, ഞാൻ മുന്നോട്ട് പോകട്ടെ. ഈ കാണുന്നതായിരുന്നു നമ്മുടെ ട്രെയിന്. ഇവിടെ നല്ല രസമുണ്ടല്ലോ. ആമസോണല്ലേ? ആമസോണോ ഇന്ത്യ ആണോ? ഇവിടെ ട്രെയിനിൻ്റെ വിൻഡോയിൽ കാണുന്ന പോലത്തെ കാഴ്ചകൾ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ 3D അല്ലല്ലോ, നമ്മുടെ ഇതില്ലേ പ്രൊജക്ടർ ഇന്ന് കാണിക്കുന്ന പോലെയാണ് കേട്ടോ. നമ്മുടെ നാടൊക്കെയായിട്ട് ബന്ധപ്പെട്ട ബിൽഡിങ്ങുകൾ, നമ്മുടെ നാടല്ല എന്നെനിക്ക് തോന്നുന്നു ആസാമിലെ കുറച്ച് ഭാഗങ്ങൾ, ആമസോണിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് എന്നിരുന്നാലും കാണാനായിട്ട്, അടിപൊളി. ത് ആക്ച്വലി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവർ ഈ പ്രൊജക്ടറിലൂടെ കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു മലയാളി പറഞ്ഞു ഇതിലൂടെ കേരളത്തിലെ ഇമേജുകളും ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന്. ഇവിടെ പിന്നെ ആ ഭാഗത്ത് കണ്ടില്ലേ, ഇവിടെ എല്ലായിടത്തും അതുപോലത്തെ സംഭവം കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു കൺസെപ്റ്റാണ് കേട്ടോ. ലോകത്തിൻ്റെ പല ഭാഗത്ത് കുറച്ചുകൂടെ അവർക്ക് ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ വല്ലോ അത് കാണിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഈ കാണുന്നത് എനിക്ക് എവിടെ കണ്ടിട്ടുള്ള ഒരു സ്ഥലങ്ങൾ പോലെ കേട്ടോ. ഇത് കണ്ടിട്ട് ഇതൊക്കെ എനിക്ക് എവിടെയോ കണ്ടുപോയ സ്ഥലങ്ങളൊക്കെ പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ ഇനി കോപ്പൻഹാഗനിലോട്ട് പോകാനുള്ള അടുത്ത ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കോപ്പൻഹാഗനിൽ പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഹോസ്റ്റ് ചെയ്ത ഒരു സൈക്കിൾ ഓട്ടിച്ച് വന്ന ഒരു ഇറ്റലിക്കാരിയുണ്ട് കേട്ടോ. അവളുടെ വീട്ടിൽ പോയി സ്റ്റേ ആണ്. ഇന്ന് ലിഫ്റ്റ് അടിച്ചത് ഇറ്റലിക്കാരുടെ ഫാമിലിയുടെ കൂടെ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇറ്റലിക്കാരിയുടെ കൂടെയാണ് കേട്ടോ. എമ്മ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്. നല്ല തിരക്കുണ്ടല്ലോ. ഈ ഒരു ട്രെയിൻ 1 മണിക്കൂറാണ് കേട്ടോ. 1 മണിക്കൂർ പോണതിന്, ബോർഡർ ക്രോസ് ചെയ്യുന്നതിന് 13 യൂറോ, ഏകദേശം 1350 രൂപ, 1400 രൂപ അടുപ്പിച്ചെന്തുണ്ട്. നമ്മുടെ ട്രെയിന് ക്രോസ് ചെയ്ത് കടലിൻ്റെ മുകളിലൂടെ പോവുകയാണ് കേട്ടോ. നമ്മുടെ ബാൾട്ടിക് കടലിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. ആ കാണുന്നത് കടലാണ്, ഇവിടെ കാണാനായിട്ട് സാധിക്കും. പാലത്തിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. തീരുന്നില്ലേ? ഓക്കെ. അങ്ങനെ എന്നെ ട്രെയിന് ഡെൻമാർക്കിൽ കൊണ്ടാക്കിയിട്ട് ട്രെയിന് പോയി. ഡെൻമാർക്ക് എന്ന് പറയുന്ന പുതിയൊരു രാജ്യത്തിലേക്ക് സ്വാഗതം. ഡെൻമാർക്കും നോർഡിക് രാജ്യങ്ങളിൽ ഉൾപ്പെട്ടതാണ്, അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യത്തിൽ ഉൾപ്പെട്ടതാണ്. ഡെൻമാർക്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാനൊരു ചെറിയൊരു കമ്പാരിസൺ തരാം. അതായത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്, ഭയങ്കര കോസ്റ്റ് ഓഫ് ലിവിങ് ആണ്. ബട്ട് നല്ല കുറേ ഇവിടുത്തെ റൂൾസ് കാര്യങ്ങൾ, അതായത് ജനങ്ങൾക്ക് വേണ്ടി വെൽഫെയർ ആയിട്ടുള്ള കുറേ റൂൾസ് കാര്യങ്ങൾ, ഒരു നല്ല വെൽഫെയർ റൂളിംഗ് സിസ്റ്റം ഉള്ള ഒരു സൊസൈറ്റിയാണ്. നല്ല കോസ്റ്റ് ഓഫ് ലിവിങ് ആണ്. ഇവിടെ നല്ല ശമ്പളമാണ്. പിന്നെ എല്ലായിടത്തും പ്രധാനമായിട്ടും ഭയങ്കര കോസ്റ്റാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഡെൻമാർക്കിൻ്റെ ഒരു പ്രശ്നം. പിന്നെ കോപ്പൻഹാഗൻ എന്ന് പറയുന്ന ഈ കാണുന്ന സിറ്റിയിൽ ധാരാളം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ സൈക്കിളൊക്കെ ചോട്ടി കിടക്കും. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ പോസ്റ്റ് കാർഡിലൊക്കെ കോപ്പൻഹാഗനിൻ്റെ കുറേ ഫോട്ടോസൊക്കെ കണ്ടിട്ടില്ലേ. ധാരാളം സൈക്കിളൊക്കെ ഉള്ള ഒരു നഗരമാണ്. ആംസ്റ്റർഡാമിൽ ധാരാളം സൈക്കിളുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും പല എൻ്റെ അമ്മോ, ഇവിടെ ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സുരക്ഷിതമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് കേട്ടോ. ഇവിടെയും ധാരാളം എമിഗ്രൻസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. നോക്കിക്കേ, എന്താ ചവറ ഇവിടെ സൈക്കിള്. ഇവിടെ റോഡിൽ എവിടെ നോക്കിയാലും സൈക്കിളാണല്ലോ. ഇവിടെ കാറും വണ്ടിയൊന്നും ഇല്ലേ നഗരത്തിൽ? എല്ലാവരും സൈക്കിളാണല്ലോ.
വാ, ഇത് ഞാൻ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത്രയ്ക്ക് സൈക്കിളിൻ്റെ ഉപയോഗം ധാരാളം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരിക്കലും ഇത്ര ഇങ്ങനെയാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ കാണുന്നതൊക്കെ നമ്മൾ സൈക്കിൾ ലോക്ക് ചെയ്ത് വയ്ക്കാനുള്ള ഒരു സംവിധാനമാണ്. ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ഡെൻമാർക്കിൽ ധാരാളം സൈക്കിൾ ഉണ്ടെന്ന് അറിയാം. എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഞാൻ സ്റ്റോറിയാണ് സൈക്കിളും അതും ഇതും. ബട്ട് ഇവിടെ വന്നപ്പോൾ ഇത് സൈക്കിള് മാത്രമേ ഉള്ളല്ലോ. ഇവിടെ കാറുകൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്, കറക്റ്റാണ്. ഇവിടെ സിറ്റിയിൽ കോപ്പൻഹാഗനിൽ. ഇവിടെ എന്നിരുന്നാലും ഇതിൻ്റെ ഇത് ഇത്രത്തോളമാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതാ ഈ കാണുന്നത്, ആ കാണുന്നത്, പിന്നെ അപ്പുറത്ത് കാണുന്നത്, അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് എല്ലാം സൈക്കിൾ സ്റ്റാൻഡാണല്ലോ. ഇവിടെ ഇവർ നടക്കുകയും പോലും ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. അത്രയ്ക്ക് സൈക്കിളാണെന്ന് തോന്നുന്നതോ. അത് ഇത് എല്ലാം സൈക്കിളാണ്. ഞാനൊരു പെട്ടെന്നൊരു എക്സൈറ്റഡിൻ്റെ ഇതിൽ പറയുന്നതാണ് കേട്ടോ. ബട്ട് അത്രയ്ക്ക് സൈക്കിളുണ്ട്, അതാണ് വേറൊരു സംഭവം. ഇവിടെ ഈ കാണുന്ന പാർക്കിംഗ് ഏരിയ അതുപോലെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. 1 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഈ കാണുന്നത് ഒരു ഫോറക്സിൻ്റെ ഒരു എക്സ്ചേഞ്ച് കടയാണ്. ഇവിടെ യൂറോ അല്ല, ഇവിടെ ഡോളർ അല്ല. ഡോളർ യൂറോപ്പിലെ ഇല്ലല്ലോ, അത് അമേരിക്കയുടെ മാത്രമാണല്ലോ. അമേരിക്ക മാത്രമല്ല, പല രാജ്യങ്ങളും. ഇപ്പോൾ സൊമാലിയയിൽ ഡോളറാണ്. പിന്നെ ലൈബീരിയ എന്ന് പറയുന്ന രാജ്യത്ത്, പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ചില രാജ്യങ്ങളിലൊക്കെ ഡോളറാണ് ഉപയോഗിക്കുന്നത്, ലാറ്റിൻ അമേരിക്കയിൽ തന്നെ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ക്രോണയാണ്. ക്രോണ എന്ന് പറയുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കറൻസിയാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് സ്വീഡിഷ് ക്രോണയാണ്. സ്വീഡിഷ് ക്രോണയ്ക്ക് നമ്മുടെ Sorry. No, it's okay. It's fine. Sorry so much. That was not. I mean it. That was not. No, it's okay. No, sir. That was our. Bro, it's okay. It's fine. I'm so sorry. No, I'm it's so sorry. okay. Have a great Yeah. night. Okay. പാവട്ടോ, അവൻ എന്താ ഇങ്ങനെ എടുത്തു പറഞ്ഞ് എൻ്റെ തല കൊണ്ടേക്ക് കൊണ്ടുവന്നത്. ഞാൻ വല്ലാതെ വീഡിയോ എടുത്താണ് കേട്ടോ, അവൻ പാവം. ഓക്കെ, അപ്പോൾ സ്വീഡിഷ് ക്രോണയ്ക്ക് എന്ന് പറയുമ്പോൾ മറ്റേ ക്രോണേനെയും കാട്ടി, ഇവിടുത്തെ ക്രോണയ്ക്ക് എന്ന് പറയുമ്പോൾ സ്വീഡിഷ് ക്രോണേനെയും കാട്ടി വാല്യൂ കൂടെ ഉണ്ട്, കുറച്ച് വാല്യൂ കൂടെ ഉണ്ട്. ഞാനിപ്പോൾ നടക്കുന്നതെല്ലാം ഇവിടുത്തെ സിറ്റി തെരുവുകളാണ്. സിറ്റി സെൻറ്ററൊക്കെയാണ്, ഇവിടുത്തെ ഓൾഡ് ടൗണൊക്കെയാണ്. ബട്ട് ഇപ്പോൾ എല്ലാം രാത്രി കടകളൊക്കെ അടച്ച് എല്ലാം ക്ലോസ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന ഭാഗത്തേക്ക് അത്യാവശ്യം എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. ഞാൻ ഇനി നാളെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ബാക്കി വീഡിയോസ്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും എടുത്തു തരാം. ഞാൻ കാരണം സിറ്റി സെൻറ്ററിൽ തന്നെയാണ് എന്തായാലും സ്റ്റേ ചെയ്യുന്നത്. I want to ask you, why do you wear this? Because we are graduating from our high school. Okay. So we're done with our 13 years of school finally. Oh, okay. That's the reason. Yeah. It's my first time. Graduation caps. Okay. So you already done with the graduation? Well, no. We just finished our final exams. Okay. Me and him today, and he too yesterday. Okay. And then we all, everybody mainly in the country has their graduation this Friday. And that's when okay. you're actually graduating. Can I see the cap if you don't mind? Are you filming to YouTube? Yeah. Are you? Yeah. നോക്കിക്കേ, ഇതാണ് കേട്ടോ. ഇവിടെ ഞാൻ കുറേ പേര് പെൺകുട്ടികളൊക്കെ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നത്. ഇതുവരുടെ ഗ്രാജുവേഷൻ, ദിസ് ഇസ് ഗ്രാജുവേഷൻ ക്യാപ്. സോ ഓൺ ദ ഗ്രാജുവേഷൻ ഡേ ആസ് വെൽ യു വിൽ യൂസ് ദിസ്. ഇത് ഇവര് ഗ്രാജുവേഷൻ ഡേക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ക്യാപ്പാണ്. ഇന്ന് ഇവരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അതാണ് കേട്ടോ സംഭവം. ഇവര് പിന്നെ വേറൊരു കാര്യം, നോർഡിക് രാജ്യങ്ങളിലെല്ലാം അത്യാവശ്യം ഡെൻമാർക്കിലൊക്കെ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കും. അതുകൊണ്ട് ജർമ്മനി പോലെ ബുദ്ധിമുട്ടുണ്ടാ. നൈസ് മാൻ, കൺഗ്രാറ്റുലേഷൻസ്. ഇവിടെയും കുറേ പയ്യന്മാർ കയ്യിൽ മദ്യക്കുപ്പിയൊക്കെ വെച്ചിട്ട്, അതായത് തൊപ്പിയും വെച്ചിട്ട് പോകുന്നുണ്ടോ. ഇതെല്ലാം ഇന്ന് എനിക്ക് തോന്നുന്നു ഇവരുടെ ആഘോഷദിനമാണ്. മാത്രമല്ല ഇന്നിവിടെ നമ്മുടെ മിഡ് സമ്മറിൻ്റെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, അതെനിക്ക് മിസ്സായി കേട്ടോ. അത് ഇവിടെ ഒരു ഫയർ കത്തിക്കുന്ന ഒരു ആചാരമൊക്കെ ഉണ്ടായിരുന്നു വലിയ ആളുകൾക്ക് മുന്നിൽ. ഞാനിവിടുത്തെ വന്ന ബിൽഡിങ്ങിൽ കയറിയപ്പോൾ തന്നെ സെക്കൻഡ് ഫ്ലോർ. ഞാൻ നല്ല ടയേർഡ് കേട്ടോ, ഇന്ന് നല്ല ടയേർഡ്. ഇവിടുത്തെ ലിഫ്റ്റ് നല്ല രസമുണ്ടല്ലേ. എനിക്കൊന്ന് ഡെൻമാർക്കിൻ്റെ ഒരു വ്യൂ ആണോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. How are you? Good.